ഓക്കെ, ഇവരൊക്കെ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് കാണാനും കൂടെ വേണ്ടി ഇവരെല്ലാം നമ്മൾ എഴുന്നേപ്പിച്ച് നിർത്തിയേക്കാണ് അല്ലേ? ബൈ ദിസ് വേ അല്ല, നിങ്ങളുടെ ക്രാഫ്റ്റിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നാണ് ഉദ്ദേശിച്ചത്, നല്ല രീതിക്ക് കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കൂടുതൽ വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓവർ ടു മനീഷേട്ടൻ. താങ്ക് യു. നമസ്കാരം. ഇൻഫോ പാർക്ക് ഹൈ പിച്ചിൽ സംസാരിച്ചിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും അറ്റത്ത് നിന്ന് കാണുന്ന ആൾക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ക്യൂ സ്റ്റുഡിയോയുടെ 6ാം വർഷമാണ്. കുറച്ചെങ്കിലും പേർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാൻ തോന്നുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പേരുടെ പങ്കാളിത്തമുള്ള ഒരു ഔട്ട്റീച്ച്, പുറത്തുള്ളൊരു ക്യൂവിൻ്റെ പ്രോഗ്രാം ഇതാണെന്ന് വിശ്വസിക്കുന്നു. അതിന് നെരിവേട്ട പോലുള്ള ഏറ്റവും ഗംഭീരമാവുമെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു സിനിമയുടെ ടീമിനെ, ക്രൂവിനെ, ടോവിയെ, അനുരാജിനെ, ജെയ്ക്സിനെ, ഷമീറിനെ, ടിപ്പുവിനെ, അബിനെ, ആര്യയെ, പ്രിയമ്പതി അടക്കമുള്ള എല്ലാവരെയും കിട്ടിയതിൽ നിങ്ങളുടെ വിട്ടുപോയിട്ടുള്ളത് കൂട്ടിച്ചേർക്കാൻ പിന്നെ. അപ്പോൾ അനുരാജിനോട് ആദ്യം ചോദിക്കാൻ തോന്നുന്നു, ഈ ടോവിയെ ശരിക്ക് നിങ്ങളൊരു കൊളാബറേഷനെ കുറിച്ച്, അത് നെരിവേട്ടയാവണം തീരുമാനിച്ചതിനെ കുറിച്ച് പറയാം. മനുഷ്യയുടെ പറഞ്ഞ പോലെ തന്നെ 7th Day എന്ന സിനിമയിലാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ടോവി അതിൽ ലീഡ് റോൾ ചെയ്യുന്നു, ഞാൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ആ കാലത്ത് മുതലുള്ള സൗഹൃദമാണ്. അതിനുശേഷം ഞാൻ ആദ്യമായി ഡെബ്യൂ ചെയ്ത സിനിമ ഇഷ്ക് എന്നുള്ള സിനിമയുടെ ആദ്യത്തെ ആലോചനകൾ ടോവിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതിൽ സുരാജാറിനായിരുന്നു ഒപ്പോസിഷൻ ചെയ്യേണ്ടിയിരുന്നത്. അതിനുശേഷം 2021 അബിൻ്റെ ഒരു കഥ, അബിൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറായിട്ടുള്ള കഥാകൃത്തായിരുന്നു. അവൻ്റെ ആദ്യത്തെ തിരക്കഥ രൂപമാണ് നരിവേട്ട. നരിവേട്ടയുടെ ആദ്യത്തെ ആലോചനയിൽ നമ്മളൊരു ബേസിക് ക്യാപ്സുൽ രൂപം ഉണ്ടാക്കുകയും അതിൽ ഒരു തിരക്കഥ കണ്ടെത്തുകയും ചെയ്തതിനു ശേഷം നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ടോവി തന്നെയായിരുന്നു. ടോവിനോനെ കാണുക, കഥ പറയുക എന്നുള്ളതാണ്. കഥ പറയുന്നതിനപ്പുറത്ത് കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതാ ഞങ്ങളുടെ കയ്യിലൊരു സ്ക്രിപ്റ്റ് പൂർണ്ണമായി ഉണ്ട് എന്നും കൂടി പറയുക എന്ന ബോധ്യത്തിലാണ് പോയത്. 2021 ആണ് കഥ പറയുന്നത്. കഥ പറച്ചിലിൻ്റെ അവസാനം നമ്മളിത് ചെയ്യുന്നു എന്ന തരത്തിൽ അതിനൊരു പോസിറ്റീവ് നോട്ടിലാണ് ടോവി അതിനെ അവസാനിപ്പിച്ചത്. ഏതാണ്ട് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സിനിമ മെയ് 16 റിലീസ് ചെയ്യുന്നത്. ഒരു 2019 മെയ് 17 ഇഷ്ക റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ട്. ഇതേ മാസം തന്നെയാണ് ഇഷ്ക റിലീസ് ചെയ്തത്. അപ്പം ടോവിയെ പോലത്തെ ഒരു സുഹൃത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനപ്പുറത്ത് ടോവിനെ പോലത്തെ ഒരു നമ്മളെ കാലത്ത് നമ്മളെ വിസ്മയിപ്പിച്ച സിനിമകൾ ചെയ്യുന്ന നടൻ്റെ കൂടെ ജോലി ചെയ്യുക എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും പൂർണ്ണമായ നടൻ ടോവി തന്നെയാണെന്നാണ് ക്രാഫ്റ്റ്മാനുകൾക്ക് എനിക്ക് പറയാനുള്ളത്. ഒരു സ്റ്റെപ്പ് കുറച്ച് തെളിച്ചും വിളിച്ചും കിട്ടുന്നു പറയാൻ. നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഇതുപോലുള്ളൊരു ടെക് ജോബ് വിട്ടിട്ടാണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇൻഫോ പാർക്കിലെ എനിക്ക് തോന്നുന്ന സമീപ മാസങ്ങളിൽ ഏറ്റവും വലിയ ക്രൗഡാണിത്. ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, അതിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു ഇവൻ്റാണ്. എന്താണ് പേഴ്സണലി ഇവിടെ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റുന്നത്? ഇത് രണ്ടും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ ഈ സിനിമയെ പറ്റിയിട്ടെന്ന് വെച്ചാല് എനിക്ക് പേഴ്സണലി കഥ ആദ്യമായിട്ട് അനുരാജ് പറഞ്ഞപ്പോൾ തന്നെ നമ്മള് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിന്റെ ഒരു ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്നത് ആദ്യം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ സിനിമയുടെ കഥ ഇഷ്ടമായി. അതെനിക്ക് ഭയങ്കര എന്നെ ഇമോഷണലി മൂവ് ചെയ്യുന്ന ഒരു കഥയായിരുന്നു. അത് പറയപ്പെടേണ്ട, സിനിമയാക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന്, അത്രയും ഇമോഷൻസ് അതിനകത്തുണ്ട് എന്നെനിക്ക് തോന്നി. അതിൻ്റെ ഭാഗമാവേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് എനിക്ക് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിരുന്നു. കൂടാതെ ഇതിനകത്തുള്ള എൻ്റെ കഥാപാത്രം, ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമയിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു ഗെയിം ആണെങ്കിൽ പോലും നമ്മൾ ഒരു ലെവലിൽ നിരന്തരമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്ന് തോന്നുമല്ലോ. അപ്പോൾ ഓരോ സിനിമയിലും ഞാൻ എൻ്റെ ഭാഗത്തുള്ള ശ്രമം ഗെയിമിൽ ഓരോ ലെവൽ അപ്പ് ചെയ്യുന്നത് പോലെ ആസ് എൻ ആക്ടർ എനിക്ക് എന്തെങ്കിലും ചെറിയ ചലഞ്ചസ് എങ്കിലും എന്നെ ആസ് എൻ ആക്ടർ എന്നെ ചലഞ്ച് ചെയ്യുന്ന, അതിലൂടെ എന്നെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സിന്റെ ഭാഗമാവണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ളൊരു സ്കോപ്പ്, ഒരു പെർഫോമൻസ് സ്കോപ്പുള്ളൊരു ക്യാരക്ടറും എനിക്ക് ഈ സിനിമയിൽ ഒരു ഓഫർ ചെയ്തു. പിന്നെ ഒരു സിനിമ
നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ആ ടീം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ അനുരാജിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ 7th ഡേയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് അറിയാം. പിന്നെ അന്ന് കഥ പറയാൻ വരുന്ന സമയത്ത് ഷമീർ ഉണ്ട് ഈ സിനിമയുടെ കൂടെ തുടക്കം മുതൽ. ഞാൻ ഈ സിനിമയുടെ ഭാഗമാവുന്നതിന് മുമ്പേ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളാണ് ഷമീർ. അപ്പോൾ ഷമീറിൻ്റെ ജഡ്ജ്മെൻറ്റുകളും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങൾ കുറേ സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഷമീർ ഒരു സ്പോട്ട് എഡിറ്റർ ആയിരുന്ന സമയത്ത് ഇന്നിന്റെ ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് ചാർലി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഷമീർ അതിൽ സ്പോട്ട് എഡിറ്ററാണ്. അതിനുശേഷം രണ്ടാമത്തെ സ്കെഡ്യൂളിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ഷമീർ ആ സിനിമയുടെ എഡിറ്ററാണ്. അപ്പൊ അങ്ങനെ വേഗം കോടയ്ക്കുറങ്ങാൻ മലമേട് ഈണത്തിനൊരു മുളങ്കാട് ഓലിക്കു ദേശമിരുട്ട്. ഒന്ന് കൈ അടച്ചാൽ എനിക്ക് ടൈം തരാം.